2019 ഓഗസ്റ്റിൽ ഞാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. മഴയുടെ കെടുതികൾ കുറച്ച് കൂടുതൽ വന്ന ഒരു സമയമാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് കലക്ടർ, SP ആയ ഞാൻ, അതുപോലെ DMO ഡോക്ടർ സക്കീന, ഞങ്ങൾ 3 പേരും മീറ്റിംഗ് ചേർന്ന് സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തി ഏതൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നൊക്കെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 ദിവസമായിട്ട് ഒരു പതിവായിരുന്നു. 2019 ഓഗസ്റ്റ് 7-നും അതുപോലെ രാവിലെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ കലക്ടർ പറഞ്ഞു, മീറ്റിങ്ങിന് മുമ്പ് നിലമ്പൂർ കുറച്ച് ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് വിവരം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാമെന്ന് കരുതി ഞാനങ്ങ് പോയി. പക്ഷെ മമ്പാട് എത്തിയപ്പോൾ അവിടെ പുഴ കര കവിഞ്ഞ് റോഡിലേക്കൊക്കെ ഒഴുകി റോഡൊക്കെ ഇടിഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഞാൻ മടങ്ങിപ്പോരുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 3 പേരും ഏത് ഇഷ്യൂ ഉണ്ടെങ്കിലും ജില്ലാ ഹെഡ് ക്വാർട്ടറിൽ ഇരുന്ന് നിയന്ത്രിക്കുകയും വലിയ കാഷ്വാലിറ്റി വല്ലതുണ്ടെങ്കിൽ പോവുകയും ചെയ്താൽ മതി എന്നൊരു തീരുമാനം തത്വത്തിൽ ഞങ്ങൾ എടുത്തു. മഴ കൂടിക്കൊണ്ടിരുന്നു. പല സ്ഥലത്തും പല രീതിയിലുള്ള ചെറിയ വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും ഒക്കെ വരാൻ തുടങ്ങി. പുഴകളൊക്കെ കര കവിഞ്ഞ് ഒഴുകുന്നു എന്ന് വിവരം കിട്ടി, പ്രത്യേകിച്ച് ചാലിയാർ പുഴ. ഞാൻ രാവിലെ 7-ാം തീയതി രാവിലെ സാധാരണ എല്ലാ SHOമാരും വയർലെസ് സെറ്റിലൂടെ വന്ന് DSPമാരും ഒക്കെ വയർലെസ് സെറ്റിലൂടെ വന്ന് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനമുണ്ട്, നമ്മളതിന് സാട്ട എന്നാണ് പറയുക. ആ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 7 എന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞ 2018 കഴിഞ്ഞ വർഷത്തിൽ ഓഗസ്റ്റ് 7-ന് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലും എറണാകുളത്തുമൊക്കെ വെള്ളം കൂടുകയും കൊച്ചിൻ എയർപോർട്ട് അടക്കം അടയ്ക്കേണ്ട സ്ഥിതി വിശേഷങ്ങൾ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഓഗസ്റ്റ് 7-ആണ്. ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥരും, DSPമാരടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും രാത്രി 12 മണി വരെയെങ്കിലും യൂണിഫോമിൽ ആരും വീട്ടിൽ പോകാതെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതാത് ഓഫീസുകളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. അത് പ്രകാരം ഞാനും മലപ്പുറം ജില്ലാ പോലീസ് ഓഫീസിൽ വൈകിട്ട് ഇരിക്കുന്ന സമയത്ത് 7:20 ആയപ്പോൾ എൻ്റെ ഗൺമാൻ സാബിർ അലി വന്നിട്ട് പറഞ്ഞു, സർ, നിലമ്പൂരിൽ പോത്തുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവളപ്പാറ എന്നുള്ള സ്ഥലത്ത് ഒരു മല ഇടിഞ്ഞിട്ടുണ്ട്, 18ഓളം വീടുകൾ മണ്ണിനടിയിലാണ് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആരാണ് പറഞ്ഞത്? നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ SI അബ്ബാസാണ് പറഞ്ഞത്. അയാൾ പോത്തുകൽ പോലീസ് സ്റ്റേഷനിൽ ലോക്കലായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞ വിവരം സത്യമാണ്, ഒന്നുകൂടെ വെരിഫൈ ചെയ്യണമെന്ന് ഞാൻ വെരിഫൈ ചെയ്തു, ശരിയാണെന്ന് പറഞ്ഞു. നമുക്ക് വല്ല കിട്ടാവുന്ന ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ പോത്തുകൽ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ലൈനൊക്കെ ഈ മലവെള്ളം വന്ന് അല്ലെങ്കിൽ മഴ കൊണ്ട് പോയിട്ടുണ്ട്. ടെലിഫോൺ ലൈനും ഇല്ല, ഇലക്ട്രിസിറ്റി ലൈനും ഇല്ല, ടവറുകളടക്കം മറിഞ്ഞ് വീണിട്ടുണ്ട്, കറണ്ടൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഒരു വിവരം കിട്ടാനുള്ള സാധ്യതയില്ല, വയർലെസ്സിൽ വിളിച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിൽ വയർലെസ്സിൽ വിളിച്ചപ്പോൾ വയർലെസ്സും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അബ്ബാസിന് എങ്ങനെ വിവരം കിട്ടി SIക്ക് എന്ന് ചോദിച്ചപ്പോൾ സാബിർ പറഞ്ഞു, സർ, അയാൾക്ക് വേറൊരു നമ്പറിൽ നിന്ന് BSNൻ്റെ ടവറാണ് അവിടെ പോയത്, അവിടെ എയർടെലിൻ്റെ ഒരു ടവറുണ്ട് അത്രേ, അത് ഉള്ളൊരു നമ്പറിൽ നിന്ന് ആരോ വിളിച്ച് വിവരം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് ഞാൻ പറഞ്ഞ് 3 ദിവസത്തിലെ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാവാൻ വേണ്ടി ഡ്രൈവർ സക്കീറിനോട് പറഞ്ഞു. പ്രദീപ് ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു, അയാളോട് പറഞ്ഞു അടുത്ത ദിവസം വേണ്ടി വന്നാൽ അങ്ങോട്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാനും സാബിറും പിന്നെ അവിടുത്തെ കൂടെയുള്ള 2 പോലീസുകാരെയും കൂടെ കയറ്റി ഞങ്ങൾ നേരെ അവിടുന്ന് 3 ദിവസത്തെ വസ്ത്രങ്ങളും 3 ദിവസത്തെ താമസത്തിനുള്ള അവിടെ ഹാൾട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ട് അപ്പോൾ ഞാൻ കലക്ടറോട് പറഞ്ഞു, സർ, ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏതിൽ പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനത് മഞ്ചേരിയിൽ നിന്ന് വണ്ടൂർ പോയി വാണിയമ്പലം പോയി കരുളായി പൂക്കോട്ടുമാടം വഴി ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്താം, രാവിലെ അങ്ങോട്ട് പോകാം, സ്ഥലത്തേക്ക് പോകാം, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കേണ്ടതെന്ന് പറഞ്ഞു. കാരണം എങ്ങനെയാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ബാക്കിയുള്ള പുഴയൊക്കെ കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ വിവരം ഞങ്ങൾ DIGയോട് പറഞ്ഞു. അതുപോലെ IG അശോക് യാദവ് സാറുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പോവുകയാണെന്ന് വിവരം പറഞ്ഞ് ഞാനങ്ങ് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് നേരെ വണ്ടൂർ പോയി. വണ്ടൂരിൽ നിന്ന് വാണിയമ്പലം വഴി കരുളായി പൂക്കോട്ടുംപാടം വഴി നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവില്ല, അവിടെയും വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റി വേറൊരു വഴിയിലൂടെ വന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി. അവിടെ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ പാറാവ് അപ്പോൾ വനിതാ പോലീസാണ്. വനിതാ പോലീസ് അറ്റൻഷനായി എങ്കിലും മറ്റൊരു വനിതാ പോലീസ് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? പോത്തുകല്ലാണ് വീട്, അവിടെ എന്തോ ഉരുൾപൊട്ടലോ എന്തോ ഉണ്ടായെന്ന് കേൾക്കുന്നുണ്ട്, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അച്ഛന് വല്ലതും പറ്റുമോ എന്നാണ് സംശയം, വീട്ടുകാർക്ക് അമ്മയും സഹോദരങ്ങളെയും ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കരയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, അവിടെ എങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, എപ്പോഴാണ് പോകുന്നത് വെച്ചാൽ തന്നെയും കൂടെ കൊണ്ടുപോകാം, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. വീണ്ടും അവിടെയുള്ള പോലീസുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, വയർലെസ്സിലും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് പറ്റിയില്ല. ജീപ്പിലെ സെറ്റുമായിട്ട് അവിടുത്തെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പിലെ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിലമ്പൂരിൽ നിന്ന് പോത്തുകലിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള പുഴ പാലത്തിൻ്റെ മുകളിലൂടെ ഒലിച്ച് മരങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്, കുറച്ച് ആളുകൾ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴി ശരിയാക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നും ശരിയാക്കാനും പറ്റില്ല, വെള്ളം നന്നായി ഒലിച്ചു പോകുന്ന ആൾക്കാർ പോകും, അതുകൊണ്ട് എല്ലാവരെയും മാറ്റി നിർത്തിക്കാണ്. രണ്ട് കരയിലും ആളുകൾ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്, പോലീസും അങ്ങോട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ആ മണ്ണിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടെന്നോ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നോ ഇപ്പോൾ നോക്കാൻ പറ്റില്ല, അവരെ കിട്ടിയാൽ തന്നെ ഇങ്ങോട്ട് ആശുപത്രിയിൽ കൊണ്ടുവരാനും സംവിധാനങ്ങളൊന്നുമില്ല. എന്തായാലും പോലീസ് അങ്ങോട്ട് നടന്ന് പോയിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പോൾ കിട്ടി. ഞങ്ങളങ്ങനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മേലുദ്യോഗസ്ഥരൊക്കെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചതിന് ശേഷം ഞാനവിടെ അടുത്തൊരു ലോഡ്ജിൽ കിടക്കാം, റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോഴേക്ക് 12 മണിയായി. നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നാലേ. ഇപ്പോൾ ലോഡ്ജിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കറണ്ടില്ല. അപ്പോൾ ലോഡ്ജിലെ ആളോട് പറഞ്ഞ് ജനറേറ്റർ ഓൺ ചെയ്ത് മൊബൈലൊന്ന് ചാർജ് ചെയ്യാൻ അരമണിക്കൂർ നേരത്തെങ്കിലും ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി ഓണാക്കാൻ പറഞ്ഞു. ജനറേറ്റർ ഓണാക്കി അവിടെ ലോഡ്ജിൽ താമസിച്ചു. അന്ന് താമസിച്ച് രാവിലെ 6 മണിക്ക് റെഡിയായി നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വനിതാ പോലീസിനെയും കൂട്ടി എൻ്റെ പോലീസുകാരെയൊക്കെ കൂടെ കൂട്ടി നമ്മൾ വീണ്ടും നേരെ കരുളായി ഭാഗത്ത് പോയി. കരുളായിൽ നിന്ന് എടക്കര പോകുന്ന ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒലിക്കുന്നുണ്ട്. ആളുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്നുണ്ട്, കാരണം വെള്ളം അതിൻ്റെ മുകളിൽ കൂടി മറിയാണ്. അപ്പം ഞങ്ങൾ പോലീസായതുകൊണ്ട് അവരെ തടസ്സങ്ങൾ നീക്കി ഞങ്ങളൊന്ന് പതുക്കെ നോക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ നോക്കി ചെറുതായിട്ടേ വെള്ളം പോകുന്നുള്ളൂ. ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി ഞങ്ങൾ എടക്കര പോലീസ് സ്റ്റേഷനിലെത്തി. എടക്കര വഴി ഞങ്ങൾ നേരെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലെ കവളപ്പാറയിലെത്തി. ഈ പോത്തുകൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു സ്റ്റേഷനായതുകൊണ്ട് SP-ക്ക് ഒരു 4x4 വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിലാണ് ഞാനവിടെ പോയിരുന്നത്. നിലമ്പൂരിൽ നിന്ന് നേരെ കരുളായി വഴി എടക്കര വഴി അങ്ങോട്ട് പോയി. അതുവരെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, അതുപോലെ പോത്തുകൽ വില്ലേജ് ഓഫീസിലെയും പോത്തുകൽ പഞ്ചായത്തിലെയും ആളുകൾ രാത്രി ഫുള്ളായിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അത് ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. വേറെ JCB വരുത്തിയിട്ടോ അല്ലാതെയോ തിരയുന്നതിനോ പോകുന്നതിനോ ഒന്നും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് പരിക്ക് പറ്റിയ കുറച്ച് ആളുകളെ, വിരലുണ്ടാവുന്ന ആളുകളെ അവർ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ കാണിക്കുകയും ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി രക്ഷപ്പെട്ട ആളുകളെ അവർ ബന്ധു വീട്ടിലേക്കൊക്കെ അവരെത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ പോകുന്ന സമയത്ത് ആ ബോർഡറിലുള്ള പുഴയുടെ മുകളിൽ കൂടെ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് വെള്ളം ഒലിക്കുന്നുണ്ട്. ആളുകളും പോത്തുകൽ പോലീസ് സ്റ്റേഷൻ്റെ പോലീസും വന്ന് JCB-ക്ക് ഉപയോഗിച്ച് ആ മണ്ണൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം എൻ്റെ വണ്ടി വന്നപ്പോൾ അതിനെ സൗകര്യപ്പെടുത്തി അങ്ങോട്ട് വന്നു. എൻ്റെ മുമ്പിൽ തന്നെ എടക്കര CI അന്ന് മനോജ് പറയട്ടായിരുന്നു, അയാളെ ഞാൻ വയർലെസ്സിൽ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അയാളും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോത്തുകൽ ഈ കവളപ്പാറ എന്നുള്ള സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മല ഇടിഞ്ഞ്, അതായത് അവിടെ
പറങ്കിമാവൻ തോട്ടമായിരുന്നു. ആ പറങ്കിമാവൻ തോട്ടം പിന്നീട് റബ്ബർ പ്ലാന്റേഷന് വേണ്ടി JCB ഒക്കെ കൊടുന്ന് തട്ടായി നിരത്തി റെഡിയാക്കി വെച്ചിരുന്നു. അത് റബ്ബർ വെച്ചിട്ട് 2-3 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മലേൻ്റെ മുകളിൽ വെള്ളം നിന്നപ്പോൾ ആ വെള്ളം മണ്ണിനടിയിലൂടെ നൂഴ്ന്നിറങ്ങി അത് സ്ലിപ്പായിട്ട് മണ്ണൊന്നിച്ചിങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. തൊട്ട് താഴെ ചെറിയ തോട് ഒഴുകുന്നുണ്ടായിരുന്നു. ആ തോട്ടിലൊക്കെ ഒരു 18 അടി ഉയരത്തിൽ മണ്ണ് വന്ന് ഡംപ് ചെയ്തു. വീടുകളും ആളുകളും എല്ലാം ഒന്നിച്ചങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വന്നത്. അപ്പം അങ്ങനെ നമ്മൾക്ക് വലിയ ഉത്തരവാദിത്വമായി. എത്ര പേര് ഏതൊക്കെ ആളുകൾ ഏതൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു, ആരൊക്കെ ആശുപത്രിയിൽ പോയി, ഒരു വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനൊന്നും പറ്റാത്ത. അപ്പോൾ അപ്പോഴേക്ക് പരമാവധി പരിസരത്തുള്ള ആളുകളും അല്ലാത്തവരുമൊക്കെ നടന്നിട്ടും സൈക്കിളിലും 2 വീലറൊക്കെ ആയിട്ട് അവിടെ വന്നുകൊണ്ടിരുന്നു. ഉള്ള പോലീസിനെയും വെച്ചിട്ട് മറ്റ് വാഹനങ്ങൾ, ഇത് കാണാനായിട്ട് വരുന്ന വാഹനങ്ങളൊന്നും അങ്ങോട്ട് വരാതെ ട്രാഫിക് നിയന്ത്രിച്ചു. ആളുകളെ മാത്രം കടത്തിവിട്ടു. ഇനി മണ്ണിടിച്ചൽ സാധ്യത ഉണ്ടാവാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ചില വീടുകളൊക്കെ അവരന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, നശിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഒരു വലിയ മഴ പെയ്താൽ വരും എന്നുള്ളതുകൊണ്ട് അടുത്തുള്ള ആളുകളെയൊക്കെ നമ്മൾ അവിടുന്ന് അടുത്തുള്ള ചർച്ചിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കൊക്കെയുള്ള ദുരിതാശ്വാസ ക്യാമ്പായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ അവിടെ വില്ലേജ് ഓഫീസറോടുണ്ടായിരുന്നു, താലൂക്ക് ഓഫീസിലെ ആളുകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇത് പിന്നെ ചെല്ലുന്ന സമയത്ത് JCB ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് തിരയുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നെന്നും ആ വീട് നശിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അവിടെ ഒരാൾ നിന്ന് തിരയുന്നുണ്ട്, കരയുന്നുണ്ട്. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ബാബു ആണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? അയാളുടെ 10ഉം 8ഉം വയസ്സുള്ള 2 മക്കൾ, അയാളുടെ ഭാര്യയും, അവർ പുഴേൻ്റെ അക്കരയായിരുന്നു. പുഴേൻ്റെ അക്കരെ നിന്നപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവരോട് പറഞ്ഞു, എല്ലാവരും ഇപ്പോൾ വലിയ മഴ വരുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ മാറി താമസിക്കണം, അവിടെ ചർച്ചിലും ഇന്ന് LP സ്കൂളിലും താമസം റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാവരും മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു ഞാൻ മാറാമെന്ന് പറഞ്ഞിട്ട് ബാബു അവിടുന്ന് അവരുടെ ഭാര്യനെയും ഈ 2 കുട്ടികളെയും കൂട്ടിയിട്ട് ഇപ്പുറത്തുള്ള പുഴേൻ്റെ ഇക്കരത്തുള്ള മുഹമ്മദ് ക എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് കൊടുന്നാക്കി. എന്നിട്ട് ബാബു പറഞ്ഞു ഞാനൊന്ന് ബ്രെഡ് വാങ്ങാൻ വേണ്ടി പോട്ടെ. ബാബു ബ്രെഡ് വാങ്ങാനായിട്ട് പോയി. ഈ മുഹമ്മദ് കയുടെ മകൾ അടുത്ത വീട്ടിലേക്ക് എന്തോ സാധനങ്ങൾ വാങ്ങാനും പോയി. അപ്പോഴാണ് ഈ വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഈ മുഹമ്മദ് കയുടെ വീടടക്കം വാഷ് ഔട്ടായി. ബാബുവിൻ്റെ അക്കരെ ഉണ്ടായിരുന്ന വീടും പോയി. ബാബു ഇവിടെ ഭാര്യയെയും 2 മക്കളെയും ആക്കിയ മുഹമ്മദ് കയുടെ വീടും മണ്ണിൻ്റെ അടിയിലായി. മുഹമ്മദ് കയുടെ മകൾ ഇതുപോലെ തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിൽ പോയതുകൊണ്ട് ആ മുഹമ്മദ് കയുടെ മകളും ഈ ബാബുവും ബാക്കിയായി. അതാണ് ഒന്നുണ്ടായത്. പിന്നീട് അപ്പോൾ ബാബുവിനോട് ചോദിച്ചു വിവരം ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചു. വില്ലേജ് ഓഫീസർ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ഒഴിയണമെന്ന്. വില്ലേജ് സ്റ്റാഫ് കുറേ ആളുകൾ വന്ന് പറഞ്ഞിരുന്നു, വീണ്ടും പറഞ്ഞു, മെമ്പറും പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർ. അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതുപോലെ പറഞ്ഞില്ലേ, എന്നിട്ട് പ്രളയമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഒഴിഞ്ഞില്ല സർ എന്നാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് എത്ര വീട് മണ്ണിൻ്റെ അടിയിലായി, എത്ര പേരെയാണ് കാണാനില്ലാത്തത് എന്ന് വിവരമെടുക്കാൻ വേണ്ടി നമുക്കൊരു ധാരണയിലെത്തണമെങ്കിൽ അത് ഞങ്ങൾ ശ്രമിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കൃത്യമായ കണക്ക് കിട്ടിയത്. ആദ്യത്തെ കണക്ക് പ്രകാരം 60 പേരെ കാണാനില്ല എന്നൊരു റഫ് കണക്ക് ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി JCB വെച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആളുകൾ ഇങ്ങനെ വന്ന് നോക്കുന്നു, നമ്മളാളുകൾ ഇവിടെ ഉണ്ടോ. ഇവരെ ബന്ധുക്കളൊക്കെ ഈ ധാരാളം വീടുകൾ പോയി 60 പേരെ കാണാനില്ല. 60 പേർക്ക് വേണ്ടിയുള്ള തിരയുന്ന സ്ഥലത്തുള്ള ആളുകളെ തിരച്ചിലാണ്. കുറച്ച് JCBകളൊക്കെ കൂടുതൽ വരാൻ വേണ്ടി പറഞ്ഞു. കൂടുതൽ JCBകളൊന്നു തിരഞ്ഞുകൊണ്ടിരുന്നു. JCBകൾ തിരഞ്ഞപ്പോൾ അവർക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റാതെ അതൊക്കെ താഴ്ന്ന് പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇനി JCB പറ്റില്ല, ഹിറ്റാച്ചി വേണം, ഞങ്ങൾ പോകുന്നില്ല, ഇവിടെ നിൽക്കാം, ഹിറ്റാച്ചി വേണം. അങ്ങനെ പരിസരത്തുള്ള കോൺട്രാക്ടർമാരൊക്കെ വിളിച്ച് അവരുടെ ഹിറ്റാച്ചി അവിടെ കൊണ്ടുവന്ന് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഹിറ്റാച്ചി വന്ന് തെരച്ചിൽ നടത്തി. ഒരു 12 മണിയായപ്പോൾ
ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ DGP തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. കരീം നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ കവളപ്പാറ സ്പോട്ടിലുണ്ട്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരാരും വന്നിട്ടില്ല എന്ന് വിവരം കിട്ടിയല്ലോ, ഒരു ഇന്ന ചാനലിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണല്ലോ പറയുന്നത്. സാർ പഞ്ചായത്ത് പ്രസിഡൻ്റ് എൻ്റെ മുമ്പിലുണ്ട് കാരണം. എന്നാൽ അയാൾ ചോദിക്കാന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളല്ലേ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സാർ ആരും വന്നിട്ടില്ല പോലീസുകാരല്ല. അപ്പോൾ ഞാൻ എൻ്റെ റെയിൻകോട്ട് ഊരി കാണിച്ചു കൊടുത്തു, ഞാൻ SP ആണ്. അയ്യോ സാർ അറിഞ്ഞില്ല അതുകൊണ്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റവന്യൂ നിന്ന് ആരും വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതാ റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ ഇതാ, ഡെപ്യൂട്ടി തഹസിൽദാർ ഇതാ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ പിന്നെ ഞാൻ അറിഞ്ഞില്ല. വില്ലേജ് ഓഫീസർ ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു, അയാളായതുകൊണ്ട് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞു അടുത്തത് മാറ്റി പറയണമെന്ന് പറഞ്ഞു. DGPയോട് തിരിച്ചു പറഞ്ഞു. DGP പറഞ്ഞു തിരിച്ചു പറയാൻ വേണ്ടി പറ. അങ്ങനെ മാധ്യമങ്ങളിൽ ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അത്തരം പ്രവൃത്തി, അല്ലെങ്കിൽ പത്രക്കാരോട് ആരെങ്കിലുമൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെങ്കിലും അത്തരത്തിലുള്ള ഇല്ലാത്ത ന്യൂസുകൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ആബ്സെൻറ്റും സ്ഥലത്തില്ലാത്ത ആളുകൾ പ്രസൻറ്റായ സംഭവമാണ്. പ്രസിഡൻ്റ് അപ്പോൾ വന്നിട്ടേ ഉള്ളൂ, നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻ്റ് അവിടെ പ്രസൻറ്റും നേരത്തെ വന്ന ഞങ്ങൾ ആബ്സെൻറ്റുമായ സംഭവങ്ങളുണ്ടായി. 4-5 JCBകളെ കൊണ്ടും 3 ഇറ്റാച്ചികളെ കൊണ്ടും തിരഞ്ഞിട്ടും ഒരു സ്ഥലത്ത് ഇക്കരയും അക്കരയും പറ്റാവുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഒരു 4 മണി വരെയും ഒരു ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. ഈ സമയത്ത് മലപ്പുറത്ത് നിന്ന് കലക്ടർ വിളിക്കുകയാണ്, ജാഫർ മാലിക് സാറ്. കരീം എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, സ്പോട്ടിലുണ്ട്. അവിടെ ഒരു ബോഡി കിട്ടി എന്ന് ചാനൽ കാണിക്കും. ഏത് ചാനൽ? ഇന്ന ചാനൽ. ഞാൻ ആ ചാനൽ റിപ്പോർട്ടർ സാർ ഒന്നും കിട്ടിയിട്ടില്ല, കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ടറെ കണ്ടു. റിപ്പോർട്ടർ ചോദിച്ചു എന്ത് പണി ഞങ്ങൾ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ, ഞങ്ങൾ ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണ്. ആ വിവരം ഞാൻ കലക്ടറെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തിരുത്തി കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് കലക്ടറോട്, തിരുത്തി പറയണമെന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് അത് തിരുത്തി പറഞ്ഞു. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അവർക്ക് ചാനലിൻ്റെ ഒരു മാധ്യമങ്ങൾക്ക് ഒരു ഹോട്ട് ന്യൂസ് കിട്ടണം എന്ന് കരുതിയിട്ട് ആ രീതിയിലുള്ള ന്യൂസുകളും കൂടെ കൊടുക്കാതിരിക്കുന്നതും തടയേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വന്നു. അപ്പോൾ അതുവരെ ആരും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാല് മാത്രം അവിടെ കിട്ടി. ഈ കാല് ഒരു 5-5:30 മണിയായപ്പോൾ ഒരു കാല് കിട്ടി. ആ കാല് എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നേരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി. അത് ആരുടെയാണ് എന്താണെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പം അത് അന്ന് ആ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഏതോ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു അത് എൻ്റെ മോളുടെ കാലാണോ എന്ന് സംശയമുണ്ട്. എന്താ കാര്യം? അതിലൊരു പാൽസറുണ്ട്. എന്താ മോളുടെ പേര്? എനിക്ക് 2 പെൺകുട്ടികളാണ്, അവർക്ക് 15ഉം 13ഉം വയസ്സാണ്. ഇത് 15 വയസ്സുള്ള കുട്ടിയുടെ കാലാണ്. കുറി കിട്ടിയിട്ട് ഞാനൊരു വെള്ളി പാൽസരം വാങ്ങിക്കൊടുത്താണ്, ആ ആഭരണമാണ് കാലിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പം നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് 6:30 മണിയായപ്പോൾ തെരച്ചിൽ നിർത്തേണ്ടി വന്നു. ഒന്ന് ലൈറ്റില്ല, മഴ കൂടി, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമ്മളത് നിർത്താൻ വേണ്ടി പറഞ്ഞു. തെരച്ചിൽ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസത്തിലേക്ക് വെച്ചു. ഒരു 18 അടി ഉയരത്തിലൊക്കെ മണ്ണ് തോട്ടിൽ വന്നിട്ടുണ്ട്. വീടുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. തിരഞ്ഞാലൊന്നും കിട്ടില്ല. കൈ കൊണ്ടോ കൈക്കോട്ടൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. വെറുതെ അപകടങ്ങൾ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി രാത്രി ലൈറ്റും ബാക്കിയൊന്നുമില്ലല്ലോ, ആ സമയത്ത് അത് നമ്മൾ നിയന്ത്രിച്ച് നിർത്തി. പിറ്റേ ദിവസം വീണ്ടും 6 മണിക്ക് തന്നെ ഡ്രൈവർമാരോടൊക്കെ വരാൻ പറഞ്ഞു. ചില ആളുകൾ 6 മണിക്ക് എത്തി, ചില ആളുകൾ വന്നപ്പോഴേക്ക് 7 മണിയൊക്കെ ആയി. കാരണം അവർ പറഞ്ഞത് വരുന്ന സ്ഥലത്ത് ഇപ്പം നിലമ്പൂരിൽ നിന്ന് വരികയാണെങ്കിൽ നിലമ്പൂരിൽ അതുപോലെ ഇടക്കരയിലൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ്, അപ്പോൾ വരാൻ കഴിയില്ല. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പോത്തുകലിലെ SHO അവിടെ SI ആണ്, വിഷ്ണുവാണ്. വിഷ്ണുവിന് ബൈക്ക് ഓടിച്ചപ്പോൾ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അയാൾക്ക് കാലിന് ഫ്രാക്ചറായിട്ട് അയാൾ അവധിയാണ്. അപ്പോൾ അവിടെ ഒരു ASI ഇല്ല, ASI മെഡിക്കൽ ലീവാണ്. ASI ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ കരുതി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI അബ്ബാസിനെ പോത്തുകൽ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ ചാർജ് ആക്കിയിട്ട് അഡീഷണൽ SI ആയിട്ട് പോസ്റ്റ് ചെയ്ത് അവിടെ ചാർജ് ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിൻ്റെ ഏകോപനം നടത്തുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്നുള്ളവർക്ക് SI വിഷ്ണു ഇല്ലാത്തതുകൊണ്ട് അത് പോത്തുകൽ പോലീസ് സ്റ്റേഷനിലാണ്. എടക്കരയിൽ SHO മനോജ് പറയട്ടെ ആയിരുന്നു CI. ആ CIയോട് പറഞ്ഞു ഈ തെരച്ചിൽ തീരുന്നവരെ 15 ദിവസത്തിന് ഈ പോത്തുകൽ പോലീസ് സ്റ്റേഷൻ്റെ അധിക ചുമതല എടുക്കുക. ഹാൾട്ടിങ് ഈ പോത്തുകൽ പോലീസ് സ്റ്റേഷനാവണം,
എടക്കരയിലേക്ക് പോകണ്ട, അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പെർമിഷൻ വാങ്ങിയിട്ട് പോയാൽ മതി, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. ആ രീതിയിൽ അയാളെ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു. ഈ വാഹനങ്ങൾ JCB ആണെങ്കിലും ഹിറ്റാച്ചി ആണെങ്കിലും മറ്റു വാഹനങ്ങളൊക്കെ കൊണ്ടുവരിക, ആംബുലൻസ് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങൾ അവർക്ക് വേണ്ട എണ്ണ സൗകര്യങ്ങൾ ഡെപ്യൂട്ടി കളക്ടറോട് അല്ലെങ്കിൽ ADMനോട് ബന്ധപ്പെട്ട് ചെയ്യുക. ആ രീതിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അയാളെയും ഏൽപ്പിച്ചു. അതും ഞാൻ വയർലെസ്സിലൂടെ മെസ്സേജ് കൊടുത്തു, അവിടുന്ന് ഓർഡർ ഇടാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ചെയ്യിച്ചു. അപ്പോൾ അയാളത് ഭംഗിയായി ചെയ്തു എന്ന് മാത്രമല്ല, ഈ ഹിറ്റാച്ചിയും ബാക്കിയൊക്കെ വരുന്ന ഡ്രൈവർമാർ രാത്രി പോയാൽ പിറ്റേ ദിവസം വരാൻ വൈകുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ അവിടെ പരിസരത്തുള്ള 2-3 ക്വാർട്ടേഴ്സുകൾ, അത് വാടകയ്ക്ക് കൊടുക്കുന്ന ക്വാർട്ടേഴ്സുകൾ അവരോട് പറഞ്ഞ് അതെടുത്ത് ഈ ഡ്രൈവർമാരൊക്കെ അവിടെ താമസിപ്പിച്ച് അവർക്കുള്ള ഭക്ഷണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കഴിക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടാക്കി. അതുകൊണ്ട് മൂന്നാമത്തെ ദിവസം മുതൽ കൃത്യം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 മണി വരെ ഈ JCBയും ഹിറ്റാച്ചിയും മുതലുള്ള വാഹനങ്ങളിലുള്ള തെരച്ചിലിങ്ങനെ സുഖമായി നടന്നുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസം ഈ കാല് കിട്ടിയ സ്ഥലത്ത് വീണ്ടും തിരഞ്ഞപ്പോൾ ആ ഒരു കാലില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടി. വീണ്ടും തിരഞ്ഞു. വൈകിട്ട് 4 മണിയായപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയെയും കിട്ടി. ആ രണ്ടാമത്തെ പെൺകുട്ടിയെ കിട്ടിയപ്പോൾ ഈ കുട്ടികളുടെ അച്ഛൻ വാവിട്ട് കരയാണ്. എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം, അത് ഈ പാദസരം ഞാൻ എൻ്റെ വലിയ മോൾക്ക് വാങ്ങിക്കൊടുത്താണ്. പക്ഷെ വലിയ മോൾ ഇത് കണ്ടപ്പോൾ ചെറിയ മോൾ പറഞ്ഞു അത്രേ, അത് ഞാനൊന്ന് ഇടട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ചെറിയ മോൾ ഇട്ടതാണ്. അപ്പോൾ ആ പാദസരട്ട കാല് ചെറിയ മോളുടെ വലുതല്ല വലിയ മോളുടെ അല്ല എന്ന് പറഞ്ഞ അയാൾ കരയാണ്. പിന്നെ അയാളുടെ ഭാര്യയും കൂടെ ആ ബോഡി അവിടെ കിട്ടി. അങ്ങനെ രണ്ടാമത്തെ ദിവസം മുതൽ ബോഡികൾ കിട്ടാൻ വേണ്ടി തുടങ്ങി. ആൾക്കാർ പറഞ്ഞു, സാർ ഇവിടെ ഉണ്ട് അച്ചുവേട്ടൻ എന്ന് പറഞ്ഞു. ഈ അച്ചുവേട്ടൻ എന്നുള്ള ആളാണ്. അയാൾ ഈ ഒച്ച കേട്ടവർ വന്നു നോക്കുന്ന സമയത്ത് ആ ഒരു കുളത്തിൻ്റെ ഭാഗത്ത് അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീക്കാണ് വെടിയേറ്റത്. ആ സ്ത്രീയെ അവിടുന്ന് അച്ചുവേട്ടൻ ഈ തോക്കും പിടിച്ചിട്ട് അയാൾ വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വേറെ മറ്റാരുമില്ല, വാതിൽ അടച്ച് കിടക്കുക.